അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയിരിക്കുന്നത് എന്താണ്? അതായത് ശ്രീജിത്തിന് അനുമതി ഉണ്ടായിരുന്നോ? ശ്രീജിത്തിന് വിദേശത്ത് പോകാൻ അനുമതി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ സ്വകാര്യ പരിപാടിയിൽ പോലീസ് യൂണിഫോമിൽ പങ്കെടുത്തിട്ടില്ല എന്നതായിരുന്നു അന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ബിശ്വനാഥ് സിൻഹയുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടാണ് ഹൈക്കോടതി തള്ളിയത്. അത് തള്ളാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നത് ഇതിലെ പരാതിക്കാരൻ ഈ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത് ദിബിൻ ഇടവന എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ കേൾക്കാതെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നതായിരുന്നു കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അതിന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം ഈ കേസിലെ പരാതിക്കാരനായ ദിബിൻ അടക്കം സംയുക്ത ഹിയറിംഗ് നടത്താനാണ് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് സമയവും നൽകി. പക്ഷേ ദിബിൻ ADGP എസ് ശ്രീജിത്തിനൊപ്പം ഈ സംയുക്ത ഹിയറിംഗിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് എടുത്തത്. പക്ഷേ ഇതിൽ ലഭ്യമായ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ബിശ്വനാഥ് സിൻഹ ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും കളവാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുകയാണ് ഉണ്ടായത്. ആ റിപ്പോർട്ട് ചോദ്യം ചെയ്താണ് ദിബിൻ ഹൈക്കോടതിയിൽ എത്തിയത്. തനിക്ക് അവസരം നൽകിയില്ല എന്നതായിരുന്നു ആരോപണം. അതിലാണ് ഇപ്പോൾ കോടതി ഇടപെടുകയും ആ റിപ്പോർട്ട് റദ്ദാക്കുകയും പുതിയ ഹിയറിംഗ് നടത്താൻ ഇപ്പോൾ ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള പുതിയ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും ഇനി ഇതിൽ ഹിയറിംഗ് നടത്തി തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ പരാതിക്കാരനായ ദിബിൻ ഇടവനയെ കൂടി കേൾക്കാനും അതിനുശേഷം റിപ്പോർട്ട് കൈമാറാനുമാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് കൈമാറണം എന്നതാണ് ഇപ്പോൾ കോടതി ഉത്തരവായി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 1 മുതൽ 3 വരെയാണ് ADGP എസ് ശ്രീജിത്ത് ദുബായ് സന്ദർശിച്ചത്. ഇതിന് മുൻകൂട്ടി സർക്കാരിന്റെ അനുമതി ഉണ്ടായിരുന്നു എന്നതാണ് അന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ശരി, അപ്പോൾ ബിനിൽ ഇനി അടുത്ത ഘട്ടം എന്താണ് ഇതിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വീണ്ടും പരാതിക്കാരനെ കേൾക്കണം. അതായത് പരാതിക്കാരനായ ദിബിൻ ഇടമനയെ വീണ്ടും കേട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് കൂടി പരിശോധിച്ച ശേഷം പുതിയ റിപ്പോർട്ട് കൈമാറാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നേരത്തെ ആ ഉത്തരവ് അത് സ്റ്റാൻഡ് ചെയ്യും. ഹൈക്കോടതിയുടെ ഇപ്പോൾ ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള ചീഫ് സെക്രട്ടറി, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയാണ് ബിശ്വനാഥ് സിൻഹ. അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെയാണ് റിപ്പോർട്ട് കൈമാറിയത്. ആ റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പുതിയ ഹിയറിംഗ് നടത്താനാണ് നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.